ഞാൻ പറയുന്നത് പൊതുവായ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡന്റിറ്റിയോ നിങ്ങളുടേതായ വിശ്വാസമോ പാടില്ല എന്ന ഒരു തരത്തിലുള്ള ഒരു കൾച്ചറൽ ഫാസിസാണ് താങ്കൾ അറിയാത്ത താങ്കളുടെ വാക്കുകളിൽ വരുന്നത്. താങ്കൾ ഒരു ഫാസിസ്റ്റ് ആയതുകൊണ്ടല്ല, പക്ഷേ ഇവിടെയുള്ള ഒരു ലിബറൽ ഫാസിസ് ആണ് താങ്കളുടെ വാക്കുകൾ അടക്കം വരുന്നത്. ലിബറൽ ഒരിക്കലും ഫാസിസം അല്ല. ആ രണ്ട് വാക്കുകൾ ചേർത്ത് വെക്കുന്നത് തന്നെ തെറ്റാണ്. അത് ഫാസിസ്റ്റ് ആയിട്ടുള്ള ചിന്തകൾക്കെതിരെ ഇതാണ് വേണ്ടത്. ഒരു കുട്ടിയോട് പറയാ ബീഫ് കഴിക്കരുത്, അരുത് എന്ന് കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഇവിടെ ഉണ്ടാവുകയാണ്. ബീഫ് കഴിക്കരുത്, കഴിച്ചിരിക്കണം എന്നൊരു ഫാസിസം ഉണ്ടാവുകയാണ്. കഴിച്ചിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ ബീഫ് കഴിച്ച് പൊതുവിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ഓപ്ഷൻ എടുക്കാനുള്ള ഒരു ബോധ്യമുണ്ടല്ലോ കുട്ടികൾക്ക്. ഒരു മതം ബീഫ് കഴിക്കണം എന്ന് നിർബന്ധിക്കുന്നതും ഒരു മതം ബീഫ് കഴിക്കരുത് എന്ന് നിർബന്ധിക്കുന്നതും ഫാസിസമാണ്. ഇതിനിടയിൽ ചൂസ് ചെയ്യാനുള്ള അവന്റെ ലിബറൽ ബോധത്തെയാണ് നിങ്ങൾ ലിബറൽ ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നത്. താങ്കളുടെ ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് അവന്റെ വൈചാരികമായിട്ടുള്ള വികാസത്തിനുള്ള പൂർണ്ണമായ സാഹചര്യത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് നിങ്ങൾ ബീഫ് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ കഴിക്കരുത് എന്നുള്ള. എപ്പോഴാണ് അത് ഫാസിസം ആകുന്നത്? ഞാൻ അത് നിർബന്ധിക്കുമ്പോഴാണ്. നിങ്ങൾ സുംബ കളിക്കരുത്, സ്കൂളിൽ സുംബ ഉണ്ടെങ്കിൽ കളിച്ചിരിക്കണം എന്ന് പറയുന്നത്. കളിച്ചിരിക്കണം എന്ന് പറയുന്നതോ? കളിച്ചിരിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് പറയുമ്പോഴാണ് എവിടെയാണ് കളിക്കരുത് എന്ന് പറയുന്നത്? കളിച്ചിരിക്കണം നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസം. കളിച്ചിരിക്കണം എവിടെ പറഞ്ഞു? അല്ല, ഫാസിസമാണോ? കളിച്ചിരിക്കണം കളിച്ചിരിക്കണം എവിടെ പറഞ്ഞു? അല്ല, ഫാസിസാണോ? അതൊന്നും പറയാണ് ശാസനം ഉള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവരുടെ ചോദ്യത്തിന് ഒരുപാട് ഉത്തരം പറഞ്ഞു. ചോദ്യം വളരെ സിമ്പിൾ ആണ്. അരുത് എന്ന് ശാസിക്കുന്നത് ആരാണ്? അരുത് എന്ന് ഒരിക്കലും ഒരു നിലക്കും നിങ്ങൾ പാടില്ല, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് നിർബന്ധിക്കുന്നു പറയുകയാണെങ്കിൽ മതമാണ്. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമാണ്, വളരെ സിമ്പിൾ ഒറ്റ ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കാൻ അനുവാദം തരണം. നിർബന്ധമായി നിങ്ങൾ കളിച്ചിരിക്കണം, സൂംബ കളിച്ചിരിക്കണം, ബീഫ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത് ഫാസിസം ആണോ? അല്ലേ? ആണെങ്കിൽ ശിവൻകുട്ടി പറഞ്ഞത് ഫാസിസം. ശിവൻകുട്ടി പറഞ്ഞത് എല്ലാ കുട്ടികളും താങ്കൾ പറഞ്ഞതനുസരിച്ച് ശിവൻകുട്ടി പറഞ്ഞത് അല്ല. ഒരു കുട്ടി ഒരു കുട്ടി സുംബ കളിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കുട്ടികളും കളിക്കുന്ന കൂട്ടത്തിൽ സുംബ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ മതം പറയുന്നു സുംബ കളിക്കരുത്. അതാണ് ഫാസിസം. സുംബ കളിക്കണമെന്ന് എന്റെ കൂട്ടുകാർക്കൊപ്പം സുംബ ഡാൻസ് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. നൃത്തം എന്റെ കൂട്ടുകാർക്കൊപ്പം ഞാൻ പല രൂപങ്ങളുടെ എന്ന് പറയുന്നതാണ് ഫാസിസം. ലിബറൽ ഫാസിസം എന്ന് പറയുന്നത്. ലിബറൽ ഫാസിസത്തിന്റെ ഉദാഹരണം താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു. നിർബന്ധമാണെന്ന് പറയുന്നത് ഫാസിസമാണ്. ശിവൻകുട്ടി പറയുന്നത് നിർബന്ധമാണ്. അവിടെയാണ് ഫാസിസം. അതായത് താല്പര്യമില്ലാത്തവരിൽ അക്ഷരം അഭ്യസിച്ചിരിക്കണം എന്ന് പറയുന്ന ഫാസിസമാണോ? അല്ല, അതുപോലെയാണ് സൂംബ എന്നാണ് താങ്കൾ പറയുന്നത്. അതുപോലെ ഒരു സാധനം കുട്ടികൾ അതുപോലെ ഫിസിക്സ് പഠിക്കുന്നത് പോലെ കെമിസ്ട്രി പഠിക്കുന്നത് പോലെയാണോ സൂംബ? ആണല്ലേ? ആണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മാനസികോല്ലാസം കുറയ്ക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മാനസികോല്ലാസത്തിനുള്ള പദ്ധതികൾ ഓക്കെയാണ്, അതിൽ ആരും എതിർപ്പല്ല എന്ന് മാത്രമല്ല ഒന്നായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണ്ടേ.